ഉത്തമഗീതം അധ്യായം 1. സോളമന്റെ ഉത്തമഗീതം. ഗാനം 1. മണവാട്ടി, നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത്. നിന്റെ അഭിഷേക തൈലം സുരഭിലമാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു. എന്നെ കൊണ്ടുപോവുക, നമുക്ക് വേഗം പോകാം. രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും. ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും. അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമന്റെ തിരശീലകൾ പോലെയും അഴകുള്ളവളാണ്. ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട്, വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ. എൻ്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു. അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി. എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. എൻ്റെ പ്രാണപ്രിയനെ, എന്നോട് പറയുക, നിന്റെ ആടുകളെ എവിടെ മേയിക്കുന്നു? ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു? ഞാൻ എന്തിന് നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം? തോഴിമാർ, സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ, നിനക്കതറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുക. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. മണവാളൻ, എൻ്റെ പ്രേമധാമമേ, ഫറവോയുടെ രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ കുറുനിര കൊണ്ട് ശോഭിക്കുന്നു. നിന്റെ കഴുത്ത് രത്നമാലകൾ കൊണ്ടും വെള്ളിപ്പതിച്ച സ്വർണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. മണവാട്ടി, രാജാവ് ശയ്യയിലായിരിക്കെ എൻ്റെ ജടാമാഞ്ചി തൂമണം തൂകി. എൻ്റെ പ്രാണപ്രിയൻ സ്തനാന്തരത്തിൽ സൂക്ഷിക്കുന്ന നറും പശച്ചിമിഴു പോലെയാണ്. എൻ്റെ പ്രാണപ്രിയൻ എൻഗേദിയിലെ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂക്കുല പോലെയാണ്. മണവാളൻ, എൻ്റെ പ്രിയേ, ഹാ, നീ എത്ര സുന്ദരി! അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. മണവാട്ടി, എൻ്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ! അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരുകൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം. ഉത്തമഗീതം അധ്യായം 3. എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും. തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി. എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ? ഞാൻ തിരക്കി. ഞാൻ അവരെ കടന്നു പോയതേയുള്ളൂ. അതാ എൻ്റെ പ്രാണപ്രിയൻ. ഞാൻ അവനെ പിടിച്ചു. എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ മുറിയിലേക്ക് കൊണ്ടുവരാതെ അവനെ ഞാൻ വിട്ടില്ല. മണവാളൻ, ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ കെഞ്ചുന്നു. സമയമാകുന്നതിനു മുൻപേ നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തുകയോ ഇളക്കി വിടുകയോ ചെയ്യരുതേ. ഗാനം 3. മണവാട്ടി, മീറയും കുന്തുരുക്കവും കൊണ്ട്, വ്യാപാരിയുടെ സകല സുഗന്ധചൂർണങ്ങളും കൊണ്ട് പരിമളം പരത്തുന്ന ധൂമസ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് ആ വരുന്നതെന്താണ്? സോളമന്റെ പല്ലക്കു തന്നെ. ഇസ്രായേലിൻ്റെ ശക്തന്മാരിൽ ശക്തന്മാരായ 60 പേർ അതിന് അകമ്പടി സേവിക്കുന്നു. എല്ലാവരും ഖഡ്ഗധാരികൾ,
എല്ലാവരും യുദ്ധനിപുണന്മാർ. രാത്രിയിൽ ആപത്തു വരാതെ അവർ അരയിൽ വാൾ തൂക്കിയിട്ടിരിക്കുന്നു. സോളമൻ രാജാവ് ലബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് നിർമ്മിച്ചു. അവൻ അതിൻ്റെ തണ്ട് വെള്ളി കൊണ്ടും ചാരുനിടം സ്വർണം കൊണ്ടും ഇരിപ്പിടം ജെറുസലേം പുത്രിമാർ മനോഹരമായി നെയ്തെടുത്ത രക്താംബരം കൊണ്ടും പൊതിഞ്ഞു. സിയോൻ പുത്രിമാരെ, തൻ്റെ വിവാഹ ദിനത്തിൽ, ഹൃദയത്തിൽ ആനന്ദം അലതല്ലിയ ദിനത്തിൽ മാതാവ് അണിയിച്ച കിരീടത്തോടു കൂടിയ സോളമൻ രാജാവിനെ വന്നു കാണുക. ഉത്തമഗീതം അധ്യായം 5. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക, തോഴന്മാരെ കുടിക്കുക, കാമുകന്മാരെ കുടിച്ചു മതിക്കുക. ഗാനം 4. മണവാട്ടി. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. മണവാളൻ. എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവേ, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരുക. എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. മണവാട്ടി. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു. ഞാൻ അത് എങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി. ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു. എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ ഇറ്റുവീണു. എൻ്റെ പ്രിയനായി ഞാൻ കതക് തുറന്നു. പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു. അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു. എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. തോഴിമാർ. മാനിനിമാരിൽ അതിസുന്ദരി, ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്തു മേന്മയാണുള്ളത്? ഞങ്ങളോടിങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ എന്തു മേന്മ? മണവാട്ടി. എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ് തനി തങ്കമാണ്. കാക്കക്കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ്. പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെ പോലെ തന്നെ. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്. അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു. അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്. അവിടെ നിന്ന് നറും പശദ്രവം ഇറ്റുവീഴുന്നു. അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണദണ്ഡുകൾ. അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്തനിർമ്മിതിയാണ്. അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്. എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. ഉത്തമഗീതം അധ്യായം 6. തോഴിമാർ. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങുപോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത്? പറയൂ, നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. മണവാട്ടി.
എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും. അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയിക്കുന്നു. ഗാനം 5. മണവാളൻ. എൻ്റെ പ്രിയേ, നീ തിർസ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും. കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അത് എന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗിലയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയുത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ്. 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്രാവ്, എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതി